ശരിക്കും രാധയുണ്ട്. അത് അങ്ങനെ ഒരു റിലേഷൻ ആയത് കാരണം അതൊരു ഭഗവാന്റെ പരകീയമായിട്ടുള്ള ഭക്തിഭാവം. അതാണ് ഈ കലിയുഗത്തില് എല്ലാവരും ആഗ്രഹിക്കുന്ന പരകീയ ഭക്തിയാണ്. ഹൃദയത്തിൽ ഈശ്വരനെ വെച്ച് സ്നേഹിച്ചിട്ട് അതിഗംഭീരമായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളുടെ ഹൃദയത്തില്, എല്ലാ സ്ത്രീകളുടെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അച്ഛന്റെ ആയിക്കോട്ടെ, ഒരു സഹോദരന്റെ ആയിക്കോട്ടെ, ഒരു ഭർത്താവിന്റെ ആയിക്കോട്ടെ, ഒരു ലവറിന്റെ ആയിക്കോട്ടെ, ആ ഒരു സ്ഥാനം ഇൻകംപ്ലീറ്റ്, മകന്റെ ആയിക്കോട്ടെ, ആ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം ഹൃദയത്തിൽ കംപ്ലീറ്റ് ആക്കുന്നത് ഭഗവാനാണ്. ആ സ്ഥാനത്തിൽ ഭഗവാൻ ആ മാധുര്യ പ്രേമ ഭക്തിഭാവം എന്ന് പറയുന്നത് നമുക്ക് കിട്ടണമെങ്കിൽ അത്രയും ഇതായിട്ട് നമ്മുടെ രാധാറാണിയെ പ്രാർത്ഥിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. അത് മാത്രമല്ല, ഭഗവാന്റെ പലതരത്തിലുള്ള ഭക്തിഭാവങ്ങളുണ്ട്. ഭഗവാന് നാരദമുനി, ഇപ്പോ പ്രഹ്ലാദൻ, ഒരുപാട് ഭക്തരുണ്ട്. അവരെ എല്ലാവരെക്കാളും ഉന്നതിയിൽ രാധാറാണിക്ക് സ്ഥാനമുണ്ട്. അപ്പൊ ആ മാധുര്യ പ്രേമക്ക് ഗോപികാ ഭാവം കിട്ടാന്ന് പറയുന്നത് വലിയ പാടാണ്. അപ്പൊ ഇവർക്ക് കൂടിയും ഗോപികയുടെ മഹാദേവൻ ഗോപികയായിട്ട് മാറേണ്ടി വന്നു. അവിടെ നമ്മൾ ഗോപേശ്വർ മഹാദേവ് ടെമ്പിൾ ഉണ്ട് വൃന്ദാവനത്തില്. അദ്ദേഹത്തിനൂടെ ഏറ്റവും പുരുഷത്വത്തിന്റെ ഭാവം നമ്മൾ ആരാധിക്കുന്ന ആ മഹാദേവൻ കൂടി ഗോപികയായിട്ട് മാറി, കൃഷ്ണന്റെ ഗോപികയായിട്ട് മാറി. എങ്ങനെ? രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ട് മാറി എന്നായിട്ടാണ് രാസക്രീഡയിൽ പങ്കെടുത്തത്. അപ്പൊ അത്രയാണ് രാധാറാണി എന്ന് പറയുന്നത്. രാധ എന്ന് പറയുന്നത് സ്നേഹമാണ്, പ്രേമാണ്, ഭക്തിയാണ്. നമ്മൾ ഈ പറയുന്ന കൃഷ്ണനെ എല്ലാ രീതിയിലും നമ്മൾ പറയുമ്പോൾ കൃഷ്ണന്റെ ആ ഒരു ആനന്ദം, ഭഗവാൻ ആത്മാരാമൻ എന്ന് പറയുന്നില്ല, ആ ആനന്ദം, ഉള്ളിലുള്ള ആ സ്നേഹം, നമ്മളൊക്കെ എല്ലാവരും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ സ്നേഹം എന്ന് പറയുന്നത് ഈശ്വരനാണെങ്കിൽ, ഈശ്വരന്റെ ഉള്ളിലുള്ള സ്നേഹം എന്ന് പറയുന്ന ആ ഭക്തിയാണ് രാധാഭാവം എന്ന് പറയുന്നത്. അത് ഭഗവാൻ തന്നെയാണ്. അവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നതുകൊണ്ടാണ് രാധ എന്ന് പറയുന്നതേ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത്.